കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, നാളികേരപ്പാൽ 1/4 പാൽ 1 കപ്പ്, 2 പാൽ 1/2 കപ്പ്, 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത്, തക്കോലം 1 ഗ്രാമ്പു 6 ഏലക്ക 4 കറുകപ്പട്ട 1 ഇഞ്ച് കനത്തിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ. 2 സവാള സ്ലൈസ് ചെയ്തത്, ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞെടുത്തത്, 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, കറിവേപ്പില ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുകപ്പട്ട, തക്കോലം, ഏലക്ക, പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇടാം. ഇപ്പോൾ സവാള ചെറുതായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് ഇതിലേക്ക് ചേരണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്ത് ഇതിൽ ചേർന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ആറാൻ വെക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ മസാല ഞാൻ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ചെറുതായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളുടെ ജാറിൽ അല്പം അരപ്പൊടി ഉണ്ട്. അത് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ച് ഒന്ന് ആ മസാലയൊക്കെ എടുത്ത് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി വിടിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നാളികേരപ്പാൽ ചേർക്കാം. കുറുകിയാണ് വേണ്ടവർക്ക് ഇതേപോലെ എടുക്കാം. ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നാളികേരപ്പാൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കിത് ഒന്ന് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.